ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 4:4 കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനല്ലോ. ആ തിരുവചന ഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ അല്ലോ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശക്തമായ ഒരു ആത്മീക വെളിപ്പാടാണ് ഇന്നത്തെ ആത്മീക സന്ദേശത്തിലൂടെ കർത്താവ് നമുക്ക് തരുവാൻ പോകുന്നത്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പ്രസ്താവിക്കുകയാണ്: നിങ്ങളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒരു ദൈവത്തെ സംബന്ധിച്ച് പലതിനോട് പടപൊരുതി, പലതിനോട് തോൽപ്പിച്ച് വേണം താൻ മുൻപോട്ട് പോകാൻ. ലോകവും പിശാചും പാപവും ഒക്കെ ഒരു ദൈവത്തിനെതിരെ പോരാടുമ്പോൾ ഒരു ദൈവ പൈതലിന്, ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരുറപ്പുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് മറ്റൊന്നുമല്ല, എൻ്റെ അകത്തുള്ള, എൻ്റെ കൂടെയുള്ള വ്യക്തി എനിക്കെതിരെ നിൽക്കുന്ന ലോകത്തിനേക്കാൾ, ലോകത്തിൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ വലിയവനാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്: ഈ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ, ഈ ബോധ്യം, ഈ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും, സകല ഭാരങ്ങളിൽ നിന്നും ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വിടുവിക്കും. ഇവിടെ പറയുന്നു, നിങ്ങളുടെ കൂടെ ഉള്ളവൻ. കുറച്ചുകൂടെ വ്യക്തം പറയുന്നത്, നിങ്ങളിൽ ഉള്ളവൻ, നിങ്ങളിലുള്ളവൻ. നിങ്ങളുടെ അകത്തൊരാൾ ഇരിപ്പുണ്ട്. അതാരാ? ലേഖനങ്ങളുടെ ഭാഷ പറഞ്ഞാൽ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. അതൊരു മർമ്മമാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. യേശു നിങ്ങളുടെ അകത്തുണ്ട്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. യേശു നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ലോകത്തിൻ്റെ കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിൻ്റെ കൂടെ ആരാ ഉള്ളേ? എതിർ ക്രിസ്തു. ലോകത്തിൻ്റെ കൂടെ ആരാ ഉള്ളേ? പിശാച്. ലോകത്തിൻ്റെ കൂടെ ആരാ ഉള്ളേ? പാപം. ലോകത്തിൻ്റെ കൂടെ ഉള്ളവനേക്കാൾ അധികം നിങ്ങളുടെ കൂടെ ഉള്ളവനുണ്ട്. ലോകത്തിൻ്റെ ശക്തിയെ തോൽപ്പിക്കുന്ന, അതിനെ ജയിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങളെ നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ നിന്ന് ജയിപ്പിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ജയിപ്പിക്കുവാൻ, നിങ്ങളെ എതിരുകളിൽ നിന്ന് ജയിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാൾ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഗ്രേറ്റർ ഈസ് ഹി ദാറ്റ് ഈസ് ഇൻ യു ദാറ്റ് ഹി ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ളവനേക്കാളും അധികം ഒരുവൻ, ശക്തിയുള്ള ഒരുവൻ, ബലമുള്ള ഒരുവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അത് യേശുവാണ്. മാർവോട് കരം വെച്ചൊന്ന് പറയാമോ? ലോകത്തിനുള്ളവനേക്കാളും അധികം ഒരുവൻ എൻ്റെ അകത്തുണ്ട്. എൻ്റെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ അധികമാണ്. എൻ്റെ അകത്തിരിക്കുന്ന യേശു ലോകത്തിനുള്ളവനേക്കാളും അധികമാണ്. ഇതൊരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് അകത്തോട്ട് കയറണം. എൻ്റെ അകത്ത് ബലവാനായ ഒരുവൻ ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ, എൻ്റെ സൈഡിൽ, എൻ്റെ പക്ഷത്ത് ബലവാനായ ഒരുവൻ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ലോകത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പിശാചിനെ തകർത്തെറിഞ്ഞവൻ, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വെളിപ്പാട്, ആ ബോധ്യം നമ്മളെ ഭരിക്കണം. എപ്പോഴും നമ്മളെ ഭരിക്കണം. വീട്ടിലിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, രോഗങ്ങൾ അലട്ടുന്ന വലിയ പ്രതിസന്ധികൾ ഉള്ള ഈ ലോകത്തിൽ നിൻ്റെ അകത്തൊരുവൻ ഇരിപ്പുണ്ടെന്നുള്ള ദൈവിക വെളിപ്പാട് നിന്നെ ഭരിച്ചു കഴിഞ്ഞാൽ, ഒന്നുറപ്പ് പറയാം, പിന്നെ നിന്നെ തളർത്താൻ ഒരു പ്രശ്നത്തിനും കഴിയത്തില്ല, ഒരു പ്രതിസന്ധിക്കും കഴിയത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നിൻ്റെ അകത്തൊരു വെളിപ്പാടുണ്ടായിരിക്കണം. എൻ്റെ അകത്തൊരുവൻ ഇരിപ്പുണ്ട്, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ എൻ്റെ അകത്തിരിപ്പുണ്ട്, എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അത് ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. പ്രിയമുള്ളവർ, യേശു ആരാ?
യേശു കർത്താവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എൻ്റെ രക്ഷകനാണ്, എന്നെ വിടുവിച്ച ആളാണ്, എന്നെ സൗഖ്യമാക്കുന്ന ആളാണ്. സത്യമാണ്. പക്ഷേ യേശു ക്രിസ്തു ആരാണെന്നുള്ള ഒരു വെളിപ്പാട് നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തകർക്കാനോ നമ്മളെ പുറകോട്ട് വലിക്കാൻ നമ്മുടെ മനസ്സ് പഠിപ്പിക്കാനോ ഒന്നും ആർക്കും കഴിയത്തില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാൻ പറ്റും, യേശുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞതാൽ ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം ലോട്ടറി അടിക്കുന്നതല്ല. ഏറ്റവും വലിയ ഭാഗ്യം കോടിക്കണക്കിന് വിലയുള്ള കാറിൽ യാത്ര ചെയ്യുന്നൊന്നുമല്ല. ഏറ്റവും വലിയ ഭാഗ്യം വലിയ വീട്ടിൽ കിടന്നുറങ്ങുന്നതൊന്നുമല്ല. ഏറ്റവും വലിയ ഭാഗ്യം ഒരു മനുഷ്യനായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ ദൗർഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് യേശുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞത്. യേശുവിൻ്റെ ദൈവമാണെന്നും യേശുവിൻ്റെ രക്ഷകനാണെന്നും യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും അവിടുത്തെ മകളാണ് ഞാൻ എന്നുള്ള ഒരു ഉറപ്പ് ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ സന്ദേശം കേൾക്കുന്നവരെല്ലാവരും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ സന്ദേശം കേൾക്കത്തുള്ളൂ. ഇതൊരു ഓഡിയോ സന്ദേശമാണ്. ഇത് കേൾക്കണമെങ്കിൽ എല്ലാവരും മനസ്സ് വെക്കുകയില്ല, സമയം സ്പെൻഡ് ചെയ്യത്തില്ല. ഇത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ യേശുവുമായിട്ട് അത്ര ബന്ധമുള്ളവർ മാത്രമേ ഇത് കേൾക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, സഹോദരി, ഞാൻ പറയുന്നു, നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണ്. നിങ്ങൾ വൃഥാക്കാരനല്ല, നിങ്ങൾ കഴിവുകെട്ട വ്യക്തിയല്ല, ഭാഗ്യമില്ലാത്ത ആളല്ല, ഗതികെട്ട ആളല്ല. നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ബിക്കോസ് നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനിൽ വിശ്വസിച്ചു, യേശുവിനെ നിങ്ങൾ അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗ്യമുള്ള വ്യക്തികൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കൂ? ഒരിക്കലുമില്ല. നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശു ആരാണെന്നുള്ള വെളിപ്പാട്, ആ ബോധ്യം അകത്തോട്ട് കയറണം. മലയാളത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആനയ്ക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അറിയത്തില്ല. അപ്പോൾ ആനയ്ക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അറിയാത്തതുകൊണ്ട് ഒരു പാപ്പാൻ ആനയുടെ വാലിൻ്റെ അത്രയും കനമുള്ള thickness ഉള്ള പാപ്പാൻ ഒരു വടിയൊക്കെ ആയിട്ട് ആനയെ കൺട്രോൾ ചെയ്യും. ഇടത്തോട്ട് പോകാനെ, വലത്തോട്ട് പോകാനെ, ഇരിക്കാനെ, നിൽക്കാനെ, എത്തക്കൊല തിന്നാനെ, കുളിക്കാനെ, ഇങ്ങനെ പറയും. ആനയെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ആനയുടെ വാലിൻ്റെ അത്രയും മാത്രം കനമുള്ള ഒരു പാവം പിടിച്ച പാപ്പാൻ ഒരു വടിയൊക്കെ ആയിട്ട് ആനയെ കൺട്രോൾ ചെയ്യുക. യഥാർത്ഥത്തിൽ ആനയെന്ന് വിചാരിച്ചാൽ ഈ പാപ്പാനെ എടുത്ത് ദൂരെ കളയാം. ആന വിചാരിക്കത്തില്ല, ആനയ്ക്ക് അറിയത്തില്ല, ആനയ്ക്ക് ആന ആരാണെന്നുള്ള വെളിപ്പാടില്ല. എന്ന് പറയുന്നതല്ല, പലരും അവരാരാണെന്നുള്ള വെളിപ്പാട് അവർക്കില്ല. അവരുടെ കൂടെ ആരായിരിക്കുന്നതെന്നുള്ള ദൈവിക വെളിപ്പാട് അവരുടെ അകത്തില്ല. അവർ വിശ്വസിച്ചിരിക്കുന്ന യേശു ആരാണെന്നുള്ള ബോധ്യം അവർക്കില്ല. അവരുടെ അകത്തിരിക്കുന്ന ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് അവർക്കില്ല. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു വെളിപ്പാട് തരിക. നിൻ്റെ അകത്തിരിക്കുന്ന യേശു, നിൻ്റെ കൂടെയുള്ള യേശു ലോകത്തിനുള്ളതിനേക്കാൾ വലിയ, ലോകത്തെ നോക്കിക്കൊണ്ട്, ലോകത്തിൽ നീ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ നോക്കിക്കൊണ്ട്, ലോകത്തിലുള്ള പിശാചിൻ്റെ പ്രവർത്തികളെ നോക്കിക്കൊണ്ട്, അയ്യോ ഇത് വലുതാ, ഈ പ്രശ്നങ്ങളൊക്കെ വലുതാ, പിശാച് വലുതാ, ഈ പ്രതിസന്ധി വലുതാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ വാ തുറന്ന് വിളിച്ചു പറയണം, എന്നിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാളും വലുതാ. എന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ എൻ്റെ ചുറ്റും കാണും, പക്ഷേ ഞാൻ പേടിക്കത്തില്ല. എൻ്റെ അകത്തുള്ളവൻ ലോകത്തിനുള്ളവനേക്കാളും വലുതാ. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എന്നാലും എൻ്റെ അകത്തിരിക്കുന്ന യേശു ലോകത്തിനുള്ളവനേക്കാളും വലിയവനാണ്. എൻ്റെ യേശുവാണ് വലിയവൻ, എൻ്റെ യേശുവാണ് വലിയവൻ. യേശു കർത്താവിനെ കുറിച്ച് തിരുവചനത്തിൽ പ്രവചിക്കുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും പ്രസക്തമായൊരു ഭാഗമുണ്ട്. ജനിക്കുന്ന 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഉരുവിട്ടിട്ടുണ്ട്. പക്ഷേ അത് എന്താണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. യെശയ്യാവ് 9:6-7 വാക്യങ്ങളാണത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് ഗവൺമെൻറ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. കർത്താവിൻ്റെ തോളിലാണ് സകല ആധിപത്യം ഇരിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. കണ്ടോ, യേശുവിനെ കുറിച്ച് വായിക്കുന്ന കണ്ടോ? ആധിപത്യം തോളിലിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അധികാരം തോളിലിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അത്ഭുത മന്ത്രി ഉണ്ടെങ്കിൽ, വണ്ടർഫുൾ കൗൺസിലർ, മൈറ്റി ഗാഡ്, എവർലാസ്റ്റിംഗ് ഫാദർ, ദ പ്രിൻസ് ഓഫ് പീസ്, ദാ യേശു. എൻ്റെ യേശു അത്ഭുത മന്ത്രി, എൻ്റെ യേശു വീരനാം ദൈവം, എൻ്റെ യേശു നിത്യപിതാവ്, എൻ്റെ യേശു സമാധാനത്തിൻ്റെ പ്രഭു. അടുത്തത്, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല.
പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കൂടെ ഇരിക്കുന്ന യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. എൻ്റെ അകത്തൊരാൾ ഇരിപ്പുണ്ട്, വീരനാം ദൈവമാണ്, വീര്യപ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള ആളാണ്. എൻ്റെ അകത്തൊരാൾ ഇരിപ്പുണ്ട്, ആധിപത്യമുള്ള ഒരാൾ. എൻ്റെ അകത്തൊരാൾ ഇരിപ്പുണ്ട്, അത്ഭുത മന്ത്രി. ഇത് ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ യേശു തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു തന്നെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, സ്വർഗത്തിലേക്ക് കരയേറി പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെല്ലാം വിളിച്ചിട്ട് മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ മഹാനിയോഗം കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. യേശു അടുത്ത് ചെന്ന് മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ അധികാരമുണ്ട്. അധികാരം വെച്ച് ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട്, അധികാരം വെച്ച് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരുണ്ട്. ഈ ലോകത്ത് പവർ, മണി പവർ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന പവർ, അധികാരത്തിലിരിക്കാൻ, ചെറുതും വലുതുമായ എല്ലാ അധികാരത്തിലിരിക്കാൻ മനുഷ്യന് വലിയ താല്പര്യമാണ്. എന്ത് വില കൊടുത്തു അധികാരത്തിലേക്ക് ഇരിക്കും. കാരണം അതിനൊരു ശക്തിയുണ്ട്, അധികാരം കയ്യിലുണ്ടെങ്കിൽ. അപ്പം യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. ഈ ലോകത്തിൽ അധികാരങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ, പക്ഷെ അതിന് മീതെ നിൽക്കുന്ന ഒരു സർവാധികാരിയുണ്ട്. അതാ യേശു ക്രിസ്തു. നാം ആരാധിക്കുന്ന, നമ്മുടെ അകത്തിരിക്കുന്ന, നമ്മുടെ കൂടിയിരിക്കുന്ന യേശു, നമ്മളിലുള്ള യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ടിരിക്കുന്ന ആളാണ്. All power is given unto me in heaven and in earth. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വലോകത്തിലും സർവ്വാധികാരം ഉള്ളത്, ഇപ്പോൾ ഉള്ളത് യേശുവിനാണ്. വിശ്വസിക്കണം, എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. എന്നെ പേടിപ്പിക്കാൻ നോക്കുന്ന പിശാചിൻ്റെ കയ്യിലൊന്നുമല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന, എൻ്റെ കൂടിയിരിക്കുന്ന, എൻ്റെ അകത്തിരിക്കുന്ന യേശുവിനാണ് സകല അധികാരവുമുള്ളത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അധികാരത്തിലിരിക്കുന്നവർ നമുക്കനുകൂലമായി ചില കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിലെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളില്ലേ? ദൈവമേ, അവരോട് എങ്ങനെയാണ് ഇതൊന്ന് പറയുന്നത്, സൂചിപ്പിക്കുന്നത്, ആ സാറിനോട് എങ്ങനെ ഇതൊന്ന് പറയുന്നത്, അദ്ദേഹം വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ദൈവമേ, ആ സാറ് ഇനി ഫൈൻ അടയ്ക്കുമോ, എനിക്കെതിരെ നിയമങ്ങൾ പാസ്സാകുമോ, എനിക്കെതിരെ ആക്ഷൻ എടുക്കുമോ, ഇങ്ങനെ പേടിച്ചിരിക്കുന്നവരുണ്ട്. ദൈവം ഇതിലെ നിൻ്റെ ഭാഗത്താ ന്യായമെങ്കിൽ, നീ ബലഹീനനായ വ്യക്തിയാണെങ്കിലും നീ വിശ്വസിക്കണം, എൻ്റെ അകത്തിരിക്കുന്ന യേശു സകല അധികാരമുള്ള കർത്താവാണ്. ലോകത്തിനുള്ളവനേക്കാളും അധികാരമുള്ള യേശുവാണ് എൻ്റെ യേശു. ലോകത്തിനുള്ളവനേക്കാളും അധികമാണ്. ഞാൻ അവരെ ജയിച്ചിരിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ ജയിച്ചിരിക്കുന്നു, പ്രതികൂലങ്ങളെ ഞാൻ ജയിച്ചിരിക്കുന്നു. എൻ്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിനുള്ളവനേക്കാളും വലിയവനാണ്. സർവാധികാരിയായ യേശുവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. പിശാച് വാദിച്ചുകൊണ്ട് എന്ന് നിന്റെ ചെവിക്കകത്തിരുന്ന് മന്ത്രിക്കും. നീ തോറ്റുപോകും, അവർ നിനക്കെതിരെ ആക്ഷൻ എടുക്കും, നീ നശിക്കും, നീ ഇല്ലാതാകും. അപ്പോൾ വിളിച്ചു പറയണം, എടാ പിശാചേ, എൻ്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാളും അധികമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ കുറിച്ച് സ്വാധീനിച്ച 2 വാക്യങ്ങളുണ്ട്, 2 വേദഭാഗങ്ങളുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം, എല്ലാ ദിവസവും വായിക്കണം. ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് പറയുന്നു, ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഒരിക്കലും നടക്കത്തില്ല നിങ്ങൾ പറയുകയാണ്, ഒരിക്കലും നടക്കത്തില്ല, അസാധ്യമാണ്. ചില അധികാരികൾ നിങ്ങൾക്ക് വേണ്ടി ഇടപെടണം, ചില പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്യപ്പെടണം. ഇങ്ങനെ ഒരു വിഷയത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഓർക്കുക, ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. നാം ആരാധിക്കുന്ന യേശുവിൻ്റെ കയ്യിലാണ് സകല അധികാരവും ഇരിക്കുന്നത്. സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ കയ്യിലാണ്. വിശ്വസിച്ച് പറയണം. ഈ തിരുവചന ഭാഗങ്ങൾ പറയാൻ പോകുന്ന തിരുവചന ഭാഗങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കണം, ബൈബിൾ എന്നിട്ട് അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എന്നിട്ട് ഇത് വിളിച്ചു പറയണം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വിളിച്ചു പറയണം. പ്രാർത്ഥിക്കാൻ നേരത്ത് ഈ വചനങ്ങൾ ഉരുവിടണം. ഇത് ശക്തിയുള്ള വചനമാണ്. ആദ്യത്തെ വചനഭാഗം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 20-23. എഫേസ്യർ 1-ന്റെ 20, 21, 22, 23 വാക്യങ്ങൾ. യേശുവിൻ്റെ ഇന്നത്തെ ശക്തി, ഇന്നത്തെ യേശുവിൻ്റെ പവർ. കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരം എനിക്കുണ്ട്. പിന്നെ അതിൽ കുറച്ചുകൂടി വ്യക്തമായി അപ്പോസ്തലൻ പൗലോസ് ആത്മാവിൽ രേഖപ്പെടുത്തുന്ന ഭാഗമാണ് എഫേസ്യർ 1-ന്റെ 20 മുതൽ 23. അതാണ് 1-ാമത്തെ വേദഭാഗം. കേട്ടോ, വായിക്കാൻ പോവാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു.
അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, അടുത്തത്, സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. ഈ സഭയ്ക്ക് യേശുവിനെ കൊടുത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. നമുക്ക് യേശുവിനെ നൽകിയിരിക്കുകയാണ്. കേവലം യേശുവിൻ്റെ പാപപരിഹാരകനാണ്, ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. രക്ഷകനായ നിന്റെ ശിരസായ ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്തോട്ട് കയറണം കുഞ്ഞെ. ഇന്ന് ഏതവസ്ഥയിലിരുന്നാലും, ഞെരുക്കത്തിലിരുന്നാലും, തകർച്ചയിലിരുന്നാലും, ഭയത്തിലിരുന്നാലും, വലിയ ടെൻഷനിലിരുന്നാലും, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നിൻ്റെ അകത്തോട്ട് കയറിയ നീ പറയും, ഇന്ന് വരെ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളല്ല വലുതാണ്. ഗ്രേറ്ററായിട്ടിരിക്കുന്നതിൻ്റെ പ്രോബ്ലംസ് അല്ല, ഗ്രേറ്ററായിട്ടിരിക്കുന്നതിൻ്റെ പ്രതിസന്ധിയല്ല, ഗ്രേറ്ററായിട്ടിരിക്കുന്ന എന്നെ അലട്ടുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന ഒന്നുമല്ല. പിന്നെ ആരാ? എൻ്റെ അകത്തിരിക്കുന്ന യേശുവാ. ആരാ യേശു? 1:20 യേശുവിനെ ഉയർപ്പിച്ച കാര്യം പറയുന്നു. അടുത്ത് പറയുന്നു 21 വാക്യം പറയുന്നു, സ്വർഗത്തിൽ, യേശുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്, ഈ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുക. എന്താ ചുമ്മാ അങ്ങ് ഇരിക്കുമല്ല, നമ്മൾ കസാരയിൽ ഇരിക്കുന്ന പോലെ. എല്ലാ വാഴ്ചയ്ക്കും, വാഴ്ചകളുണ്ട് ഈ ലോകത്ത്, വാഴ്ചകൾ. എല്ലാ അധികാരത്തിനും, വാഴ്ചകൾ, അധികാരം, ശക്തി, കർത്തൃത്വം, 4 കാര്യങ്ങളാണ് പറയുന്നത്. ചതുർവിധ ശക്തികളുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തി, കർത്തൃത്വം. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഫാർ എബവ് ഓൾ പ്രിൻസിപ്പാലിറ്റീസ്, power, might, dominion, and every name that is named not only in this world but also in that which is to come. Far above. ഈ ലോകത്തിലുള്ള അധികാരങ്ങൾ, വാഴ്ചകൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ, ഇതൊക്കെ വിവരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. വാഴ്ചകൾ, വാഴുന്നു എന്ന് പറയുന്നു, അധികാരമുള്ളത്, ശക്തി, പല ശക്തികളുണ്ട് ഈ ലോകത്ത്, കർത്തൃത്വങ്ങളുണ്ട്, കർത്തൃത്വം നടത്താൻ, ലോഡ്ഷിപ്പ് നടത്താൻ കരുത്തുള്ള കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഈ ലോകത്തിലുള്ളതിനേക്കാളും ഫാർ എബവ്, അതിനേക്കാളും ഒക്കെ ഒരുപാട് ഉയരത്തിലാണ് യേശുവിൻ്റെ സ്ഥാനമെന്ന് നീ തിരിച്ചറിയണം. നീ പറയുന്നില്ലേ, അയ്യോ ആ ശക്തി ഭയങ്കര ശക്തി കേട്ടോ, അത് ഭയങ്കര വാഴുന്ന ശക്തി കേട്ടോ, നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള ആ വ്യക്തിക്ക് ഇച്ചിരി ശക്തിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കെതിരെ ചെയ്യാനൊക്കെ ഉള്ള, ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ശൈശാചികമായ വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വം. ഇതിനൊക്കെ ഫാർ എബവ്, അത്യന്തം മീതെ ഇരുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ യേശുവിൻ്റെ കാൽ കീഴിലാണ്. യേശു വിചാരിച്ചാൽ തകരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ യേശുവിൻ്റെ കാൽ കീഴിൽ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും ശക്തിയെയും തിരിച്ചറിയണം. അത് ഈ ലോകത്തിലുള്ളത് മാത്രമല്ല, ഇനി വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. വിളിക്കപ്പെടുന്ന സകല നാമത്തിനും. ഈ ലോകത്തിൽ നാമം ഇല്ലാത്ത ഒന്നുമില്ല. ഈ ലോകത്തിലുള്ള എല്ലാത്തിനും ഒരു നാമമുണ്ട്, ഒരു നെയിമുണ്ട്. ആ പേരിന് അത്യന്തം മീതെ ഇരി. അതിപ്പോൾ വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ള സകലതിനും മീതെ, മീതെ. അത് വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരമാകട്ടെ, ശക്തിയാകട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അതിനേക്കാളൊക്കെ വലിയത്, അതിൻ്റെ മീതെ ഇരിക്കുന്നത് ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ വിളിക്കുന്ന, എൻ്റെ അകത്തിരിക്കുന്ന യേശുവാണെന്നുള്ള വെളിപ്പാടകത്തോട്ട് കാരണം. ഈ ലോകത്തിലെ അധികാരം പറയുന്ന പോലല്ല നിൻ്റെ ജീവിതം പോകുന്നത്.
ഈ ലോകത്തിലെ മനുഷ്യൻ പറയുന്ന പോലെയല്ല നിന്റെ ജീവിതം പോകുന്നത്. ഈ ലോകത്തിലെ ശക്തി പറയുന്ന പോലെയല്ല, കർത്തൃത്വങ്ങൾ പറയുന്ന പോലെയല്ല നിന്റെ ജീവിതം പറയുന്നത്. നിന്റെ മേലധികാരി നിന്നെ നോക്കി വിധി എഴുതുന്ന പോലെ, നിന്റെ കൂട്ടുകാരൻ നിന്നെ നോക്കി വിധി എഴുതുന്ന പോലെ, നിന്റെ ശത്രുക്കൾ നിന്നെ നോക്കി വിധി എഴുതും, നിന്റെ കൂടെയുള്ളവർ നോക്കി നിന്നെ വിധി എഴുതും, നിന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ പോലും നിന്നെ നോക്കി പല വിധിയും എഴുതിയിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെ ആയിത്തീരും, നിന്റെ കുടുംബം ഇങ്ങനെ ആയിത്തീരും, നീ അങ്ങനെ ആയിത്തീരത്തുള്ളൂ, നീ ഇങ്ങനെയൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ അറ്റം എത്തുകയുള്ളൂ, നീ അതിനപ്പുറത്തോട്ട് പോത്തില്ല. പക്ഷേ ഇന്നു പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ശക്തിയെയും കർത്തൃത്വത്തെ ഈ ലോകത്തിൽ മാത്രമുള്ള വെളിവാനുള്ള ലോകത്തിൽ വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യുന്നതനായിരിക്കുന്ന യേശുവാണ് നിന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്. നിന്റെ അകത്തിരിക്കുന്ന ഒരുവനുണ്ട്. ആ യേശു വിചാരിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന സകല പ്രതിസന്ധിയിൽ നിന്ന്, സകല അതിർവരങ്ങളിൽ നിന്ന് പൊട്ടിച്ചു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കരുത്തുണ്ട്. ആ യേശുവിൻ്റെ നിറവ് നിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അതാണ് തിരുവചനത്തിനകത്ത് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, യോഹന്നാൻ 1:14, യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സഭയ്ക്ക് ആ നിറവ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായ സഭയ്ക്ക് യേശുവിനെ കൊടുത്തിരിക്കുന്നു. നിന്നിൽ നിറയണം ക്രിസ്തുവിന്റെ വെളിപ്പാട്, നിന്നിൽ നിറയണം യേശുവിന്റെ ശക്തി. 22-ാം വാക്യത്തിൽ പറയുന്നു, സർവവും യേശുവിന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും തലയാക്കി. ഹെഡ് എന്ന് പറയുന്നത് യേശു. വിശ്വസിക്കണം. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഇതെല്ലാം യേശുവിൻ്റെ പേരിൻ്റെ. ഇതാണ് ഒന്നാമത്തെ ക്രിസ്തുവിൻ്റെ. ഈ വചനം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ പറയുകയാണ്, ഒരിക്കലും നടക്കത്തില്ല, ആരെ പോയി കണ്ടാലും ഈ വിഷയത്തിനൊരു സൊല്യൂഷൻ കിട്ടുകയില്ല, ഞാൻ തോറ്റു, ഈ ഒരു വിഷയത്തിൽ ഞാൻ തോറ്റു, എൻ്റെ ഭാഗത്താണ് നീതി, എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ആർക്കും കഴിയത്തില്ല. ഞാൻ പലരെ പോയി കണ്ട് എനിക്ക് പറയുന്നതിനൊക്കെ പരിധിയുണ്ട്. പക്ഷേ വിശ്വസിക്കാം. ഈ വചനമെന്ന് പറഞ്ഞു നോക്ക്. കർത്താവേ, എൻ്റെ അകത്തിരിക്കുന്ന അങ്ങ് സകല വാഴ്ചകൾക്കും സകല അധികാരങ്ങൾക്കും സകല കർത്തൃത്വങ്ങൾക്കും മീതെ നിൽക്കുന്ന ആളാണല്ലോ കർത്താവേ. എല്ലാത്തിനും മീതെയാണ്, ഫാർ അബവ് ആണല്ലോ അങ്ങയുടെ സ്ഥാനം. അങ്ങ് എൻ്റെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത്. ഈ പവറുള്ള, ഇത്ര ശക്തിയുള്ള അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ചലിക്കണം, പ്രവർത്തിക്കണമെന്ന് പറയണം. മറ്റൊരു വാക്യം, മറ്റൊരു വേദഭാഗം കൊണ്ടുപോകുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14, 15, 16, 17. കൊലോസ്യർ 1:14, 15, 16, 17 വാക്യങ്ങൾ ഇങ്ങനെയാണ്. യേശുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും, കേട്ടോ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. സ്വർഗത്തിൽ, ഭൂമിയിൽ. അടുത്തത് ദൃശ്യമായതും അദൃശ്യമായതും എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആയത്, വിസിബിൾ ആയത്. പ്രൈസ് ദി ലോർഡ്. കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ. ഇവിടെയും പറയുന്നു, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എന്തുമാകട്ടെ, യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശു മുഖാന്തരവും യേശുവിനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശു സർവത്തിനു മുമ്പേ ഉള്ളവൻ, യേശു സർവത്തിലും ആധാരമായിരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ യേശു ആരാണെന്നുള്ളത്? ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഫോർ ബൈ ഹിം വെർ ഓൾ തിങ്സ് ക്രിയേറ്റഡ് that are in heaven and that are in earth, visible and invisible, whether they be thrones, dominions, principalities, power, all things were created by him and for him, and he is before all things, and by him all things consist. പ്രിയമുള്ളവർ, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു തിരുവചനമാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14 മുതൽ 17 വരെ. കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 15-ാം വാക്യത്തിൽ പറയുന്നു, 16-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകല കാര്യങ്ങളും, അത് ഹെവനിലുള്ളതാകട്ടെ, എർത്തിലുള്ളതാകട്ടെ, അതായത് സ്വർഗത്തിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളതാകട്ടെ, കാണാൻ പറ്റുന്നതാകട്ടെ, കാണാൻ പറ്റാത്തതാകട്ടെ, അതായത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ഈ ലോകത്തിൽ വിസിബിളും ഇൻവിസിബിളായിട്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന വൈറസ്, അതൊക്കെ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചെറുതാണ്, മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. പറയുന്നു വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, എല്ലാം യേശു മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്.
അതിനകത്ത് പറയുന്ന മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വെദർ ദേ ബി ത്രോൺസ്, ഡൊമീനിയൻസ്, പ്രിൻസിപ്പാലിറ്റി, പവർ. ഈ ലോകത്ത് പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചില സ്ഥാപനങ്ങളൊക്കെ ചില പ്രിൻസിപ്പിൾസ് വെക്കും, ചില അധികാര കാര്യങ്ങൾ വെക്കും, ചില നയങ്ങൾ വെക്കും. ഇത് അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ശിക്ഷ കിട്ടും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ശിക്ഷ. പിന്നെ അതിനെ തെറ്റിക്കുന്നവർ അതിൻ്റെ അതിൻ്റെ പുറകെ വരുന്ന അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കണം. പക്ഷെ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല അബദ്ധങ്ങൾ പറ്റും മനുഷ്യരാണ്. പക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് നമ്മൾ പല ശിക്ഷ അനുഭവിക്കും. പക്ഷേ നമ്മൾ ആ മനഃപൂർവ്വം അല്ലാതെ ചെയ്തതെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ഈ ലോകത്തിലുള്ള കാണുന്നതും കാണാത്തതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ള ത്രോൺസ്, ഡൊമീനിയൻസ്, പ്രിൻസിപ്പാലിറ്റീസ്, പവർ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, കർത്താവേ, ഇതെല്ലാം അങ്ങേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതും അങ്ങ് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതും ഇതിനൊക്കെ മുമ്പേ ഉള്ളതും ആധാരമായത് അങ്ങാണല്ലോ. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ അങ്ങേക്ക് ശക്തിയുണ്ടെന്ന് അങ്ങയുടെ തിരുവചനത്തിൽ ഞാൻ വായിക്കുന്നു. എന്നെ സഹായിക്കണം, എന്നെ ശക്തിപ്പെടുത്താൻ, എൻ്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ല എന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനങ്ങൾ നിനക്ക് വേണ്ടി വ്യാപരിക്കും. മറന്നുപോലും കേട്ടോ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14 മുതൽ 17 വരെയും എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇത് വചനത്തിൻ്റെ വെളിപ്പാടാണ്. ഈ രണ്ട് വചനങ്ങൾ യേശു ക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥ എന്താണ്, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, ഈ ലോകത്തിലുള്ളതാകട്ടെ, ശക്തികളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കാണുന്നതാകട്ടെ, കാണാത്തതാകട്ടെ, ഈ ലോകത്തിലുണ്ട് എന്ന് പറയുന്ന സകലതിനും മീതെ നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന സർവശക്തനായ യേശുവാണ്. ഞാൻ വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നിന്നെ ഭരിക്കണം. ജീവിതത്തിൽ ഏതു സാഹചര്യത്തിൽ ഏത് കോണിൽ നീ യാത്ര ചെയ്ത് നീ ഒറ്റയ്ക്കാണെങ്കിൽ യേശു എൻ്റെ അകത്തുണ്ട്. എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തു ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. യേശു അറിയാതെ എൻ്റെ ശിരസിൽ ഒരു മുടി പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കടന്നു വരണമെങ്കിൽ യേശു അധികാരമുള്ള യേശുവാണ്. യേശുവിനാണ് എൻ്റെ മേലെ അധികാരമുള്ളത്. യേശുവിനാണ് എൻ്റെ വീടിൻ്റെ മേൽ അധികാരമുള്ളത്, കർത്തൃത്വമുള്ളത്. കർത്താവായ യേശുവാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. യേശുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു നഷ്ടവും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല. യേശുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ യാതൊരു പ്രതിസന്ധിയും എന്നെ അലട്ടത്തില്ല. യേശുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊരു സംഭവം നടക്കുകയില്ല. സർവത്തിനും മീതെ അധികാരമുള്ളവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ, സർവവ്യാപിയായവൻ, അത്ഭുതമന്ത്രിയായവൻ, വീരനാം ദൈവമായവൻ, എല്ലാത്തിനും മീതെ നിൽക്കുന്നവൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശുവാണ്. ഫാദറൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ യേശുവാണ്. എൻ്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിനുള്ളവനേക്കാളും വലിയവനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നൽകപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. യേശു ആരാണെന്നുള്ള ദിവ്യമായ വെളിപ്പാട് ഞങ്ങളുടെ അകത്തോട്ട് തന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. അങ്ങ് കർത്താവെ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും സിംഹാസനങ്ങൾക്കും ഈ ലോകത്തിലുള്ളതും വരുവാനുള്ള ലോകത്തിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകലവും അങ്ങ് മുഖാന്തരം അങ്ങേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നെന്നും അങ്ങ് ഇതെല്ലാത്തിൻ്റെയും മീതെ നിൽക്കുന്നവനാണെന്നും അങ്ങ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തിയാണെന്നും അങ്ങയുടെ കാൽ കീഴാണ് ഇതെല്ലാം ഉള്ളതെന്നുമുള്ള ബോധ്യം, വെളിപ്പാട് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ യേശുവാണ് ഞങ്ങളുടെ അകത്തിരിക്കുന്നതെന്നും ഞങ്ങളുടെ കൂടെയുള്ളതെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു കർത്താവേ. ഈ ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ വചന സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതുകൾ, വചനത്തിൻ്റെ ദൂതുകൾ, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് അവരുടെ ജീവിതത്തെ തൊടട്ടെ, അവരുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വിളിച്ചു വരുത്തട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ മാറ്റട്ടെ. അവർ ഈ വെളിപ്പാടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രതിസന്ധിക്കും, ഒരു പ്രിൻസിപ്പാലിറ്റീസിനും, ഒരു അതോറിറ്റിക്കും, ഒരു കാര്യത്തിനും അവരെ തകർക്കാനും തടയാനും കഴിയത്തില്ല ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതം പ്രതീക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.